ഹൈദരാബാദിനെ തകർത്ത് കൊൽക്കത്ത ടീം IPLന്റെ ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് നടന്ന മത്സരത്തിൽ കൊൽക്കത്ത മികച്ച വിജയമാണ് സ്വന്തമാക്കിയത്. ഹൈദരാബാദ് ശരിക്കും നാണം കെട്ടു. കൊൽക്കത്തയുടെ ബൗളിങ്ങിന് മുന്നിൽ ഹൈദരാബാദിന് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഇന്നത്തെ കൊൽക്കത്ത SRH മാച്ചിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ഫസ്റ്റ് ബാറ്റ് ചെയ്തത് ഹൈദരാബാദ് ആയിരുന്നു. തുടക്കം തന്നെ അവർക്ക് പിഴയ്ക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. കളിയുടെ രണ്ടാം ബോളിൽ തന്നെ ട്രെവിസ് ഹെഡ് പുറത്തായി. ഹൈദരാബാദിന്റെ ഓപ്പണിംഗിലെ വെടിക്കെട്ട് താരമായിരുന്നു ഹെഡ്. താരം പെട്ടെന്ന് പുറത്തായത് ഹൈദരാബാദിന് തിരിച്ചടിയായിരുന്നു. പിന്നീട് ഹൈദരാബാദിന്റെ പ്രതീക്ഷ അഭിഷേക് ശർമ്മയിലായിരുന്നു. എല്ലാ കളിയിലും മികച്ച ബാറ്റിംഗ് ആണ് അഭിഷേക് കാഴ്ചവെക്കാറ്. എന്നാൽ ഇന്നത്തെ മാച്ചിൽ അഭിഷേക് പെട്ടെന്ന് ഔട്ടായി. ആകെ കൂടി 3 റൺസ് മാത്രമാണ് അഭിഷേക് ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. 13 റൺസിൽ 2 വിക്കറ്റ് പോയപ്പോൾ ഹൈദരാബാദ് ശരിക്കും നാണം കെട്ടു. അവരുടെ 2 മികച്ച ഓപ്പണേഴ്സാണ് പെട്ടെന്ന് ഔട്ടായത്. ഇത് ഹൈദരാബാദിന് തിരിച്ചടിയായിരുന്നു. കൊൽക്കത്ത ബൗളേഴ്സ് മികച്ച പ്രകടനമാണെന്ന് കാഴ്ചവെച്ചത്. പിന്നീട് അങ്ങോട്ടും SRHന്റെ വിക്കറ്റുകൾ പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. 39 റൺസിൽ 4 വിക്കറ്റ് SRHന്റെ പോയി. 125 റൺസ് ആകുമ്പോഴേക്കും 9 വിക്കറ്റ് അവരുടെ പോയിട്ടുണ്ടായിരുന്നു. അത്രയും മോശം ബാറ്റിംഗ് ആണ് ഹൈദരാബാദ് ഇന്ന് കാഴ്ചവെച്ചത്. അങ്ങനെ ഹൈദരാബാദ് 159 റൺസിൽ ഓൾ ഔട്ടായി. ശേഷം കൊൽക്കത്ത സെക്കൻഡ് ബാറ്റിംഗിന് ഇറങ്ങി. കൊൽക്കത്തയ്ക്ക് തുടക്കം തന്നെ മികച്ചതായിരുന്നു. കുർബാസും സുനിൽ നരേനും അടിച്ചു കളിച്ചു. പിന്നീട് വെങ്കടേഷ് അയ്യരും ശ്രേയസ് അയ്യരും കൂടി ടീമിനെ മുന്നോട്ട് നയിച്ചു. രണ്ടുപേരും നല്ല കളിയാണെന്ന് കാഴ്ചവെച്ചത്. അങ്ങനെ ഹൈദരാബാദിനെ തോൽപ്പിച്ച് കൊൽക്കത്ത ടീം ഇപ്പോൾ ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഒരു കൊൽക്കത്ത ടീമിനെ മറ്റു ടീമുകൾ പേടിച്ചേ മതിയാവൂ. ഇപ്രാവശ്യം കപ്പ് നേടാനുള്ള എല്ലാവിധ സാധ്യതയുമുണ്ട്. അതുപോലത്തെ ബാറ്റിംഗ് ബോളിംഗുമാണ് കൊൽക്കത്ത കാഴ്ചവെക്കുന്നത്. കൊൽക്കത്തയ്ക്ക് ഹൈദരാബാദ് ഒരു എതിരാളി പോലും അല്ലായിരുന്നു. വളരെ ഈസി ആയിട്ടാണ് കളി ജയിച്ചത്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.